ഹായ് ഓൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബ്രിഡ്ജ് എഞ്ചിനീയറിംഗിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. ഇപ്പം ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കുറച്ച് പോർഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ നമ്മൾ മിസ്സായി പോയിട്ടുള്ള കുറച്ച് പോർഷൻസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വിവിധ സ്റ്റേറ്റുകൾ ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ബ്രിഡ്ജ് എഞ്ചിനീയറിംഗിൽ നിന്നും ചോദിച്ചത് നമുക്ക് നോക്കാം. First question, a long span bridge is that which has a span of more than. അപ്പോൾ ഒരു ലോങ് സ്പാൻ ബ്രിഡ്ജിൻ്റെ സ്പാൻ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ 1 100 മീറ്റർ, ഓപ്ഷൻ 2 50 മീറ്റർ, ഓപ്ഷൻ 3 140 മീറ്റർ, ഓപ്ഷൻ 4 120 മീറ്റർ. സോ നമുക്കറിയാം ബ്രിഡ്ജസിനെ നമ്മൾ സ്പാനിനനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കൾവേർട്ട് എത്രയായിരുന്നു. കൾവേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലെസ് ദാൻ 6 മീറ്റർ സ്പാൻ ലെസ് ദാൻ 6 മീറ്റർ ഉള്ള ബ്രിഡ്ജസിനാണ് നമ്മൾ കൾവേർട്ട് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് മൈനർ ബ്രിഡ്ജസ് ആണ്. മൈനർ ബ്രിഡ്ജസ് എത്രയായിരുന്നു. മൈനർ ബ്രിഡ്ജസിന് നമ്മൾ സ്പാൻ നമ്മൾ പറയുന്നത് 6 മീറ്റർ ടു 30 മീറ്റർ ആയിരുന്നു. പിന്നെ വരുന്നത് മേജർ ബ്രിഡ്ജസ് ആണ്. മേജർ ബ്രിഡ്ജസിന്റെ സ്പാൻ എത്രയായിരുന്നു വന്നത്. 30 to 120 മീറ്റർ ആണ് നമ്മൾ പഠിച്ചത്. പിന്നെ വരുന്നതാണ് ലോങ് സ്പാൻ ബ്രിഡ്ജസ്. അപ്പോൾ ലോങ് സ്പാൻ ബ്രിഡ്ജസിന്റെ സ്പാൻ നമ്മൾ പഠിച്ചത് വിച്ച് ഈസ് മോർ ദാൻ 120 മീറ്റർ എന്നാണ്. മോർ ദാൻ 120 മീറ്റർ ആണ്. സോ ഓപ്ഷൻസിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ. 120 മീറ്റർ കൂടുതൽ സ്പാൻ വരുന്നത് യെസ് ഓപ്ഷൻ 3 ആണ്. അപ്പോൾ 3 140 മീറ്റർ. അപ്പോൾ 140 മീറ്റർ ആണ് മോർ ദാൻ 120 മീറ്റർ വരുന്നത്. ദാറ്റ് ഈസ് എ സ്പാൻ ഓഫ് മോർ ദാൻ 120 മീറ്റർ വിച്ച് ഈസ് എ ലോങ് സ്പാൻ ബ്രിഡ്ജ്. സോ ഓപ്ഷൻ 3 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ഇന്ത്യൻ റെയിൽവേ ഗൈഡ് ലൈൻസ് ദ മേജർ ബ്രിഡ്ജസ് ഹാവിംഗ് എ സ്പാൻ ഓഫ് മോർ ദാൻ ഓഫ് ടോട്ടൽ വാട്ടർവേ ഏത് സ്പാനിലാണ് മോർ ദാൻ ഓഫ് ടോട്ടൽ വാട്ടർവേ എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ടോട്ടൽ വാട്ടർവേ നമ്മൾ മേജർ ബ്രിഡ്ജസിനും മൈനർ ബ്രിഡ്ജസിനും എത്രയാണെന്ന് പഠിച്ചിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ഇന്ത്യൻ റെയിൽവേ ഗൈഡ് ലൈൻസ് എത്രയായിരുന്നു. ടോട്ടൽ വാട്ടർവേയിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് മേജർ ബ്രിഡ്ജസിൻ്റെ കേസിൽ ടോട്ടൽ വാട്ടർവേ വരുന്നത് എത്രയാണ്. ഗ്രേറ്റർ ദാൻ 18 മീറ്റർ ആണ്. അതുപോലെ തന്നെ മൈനർ ബ്രിഡ്ജസിൻ്റെ കേസിൽ ഈ ടോട്ടൽ വാട്ടർവേ വരുന്നത് ലെസ് ദാൻ 18 മീറ്റർ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്മളോട് ഏതാ ചോദിച്ചത്. മേജർ ബ്രിഡ്ജസിലാണ്. ദാറ്റ് ഈസ് മോർ ദാൻ 18 മീറ്റർ ആണ് ടോട്ടൽ വാട്ടർവേ വരുന്നത്. മോർ ദാൻ ഓഫ് ഡാഷ് ഓഫ് ടോട്ടൽ വാട്ടർവേ ദാറ്റ് ഈസ് മോർ ദാൻ 18 മീറ്റർ. സോ ഓപ്ഷൻ 4 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ മോസ്റ്റ് പ്രിഫറബിൾ അലൈൻമെന്റ് ഓഫ് ദ ബ്രിഡ്ജ്. വെരി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ 1 കർവ്ഡ്, ഓപ്ഷൻ 2 പരാബോള, ഓപ്ഷൻ 3 സ്ക്യൂ, ഓപ്ഷൻ 4 സ്ക്വയർ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, നമ്മൾ മാക്സിമം സ്ക്വയർ അലൈൻമെന്റ് തന്നെ കൊടുക്കണം. ദാറ്റ് ഈസ് നമ്മുടെ റിവറിന്റെ ഒഴുക്കിന്, ഇതാണ് നമ്മുടെ റിവറിന്റെ ഒഴുക്ക് എങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആയിരിക്കണം നമ്മൾ ബ്രിഡ്ജിന്റെ സ്പാൻ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് സ്ക്വയർ അലൈൻമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം നമ്മൾ സ്ക്വയർ അലൈൻമെന്റ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കണം. സോ മോസ്റ്റ് പ്രിഫറബിൾ അലൈൻമെന്റ് ഓഫ് ദ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഓപ്ഷൻ 4 സ്ക്വയർ അലൈൻമെന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് റിപ്രസെന്റ് എ ടൈപ്പ് ഓഫ് കൾവേർട്ട്. ഓപ്ഷൻ 1 സ്ലാബ് കൾവേർട്ട്, ഓപ്ഷൻ 2 ബോക്സ് കൾവേർട്ട്, ഓപ്ഷൻ 3 ത്രൂ കൾവേർട്ട്, ഓപ്ഷൻ 4 പൈപ്പ് കൾവേർട്ട്. അപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് കൾവേർട്ട്സ് പഠിച്ചിട്ടുണ്ട്. സ്ലാബ്, ബോക്സ്, പൈപ്പ്. ത്രൂ ബ്രിഡ്ജ് ആണ് നമ്മൾ പഠിച്ചത്, ത്രൂ കൾവേർട്ട് അല്ല. ഓപ്ഷൻ 3 ആണ് റൈറ്റ്, വിച്ച് ഈസ് ഡസ് നോട്ട് റിപ്രസെന്റ് എ ടൈപ്പ് ഓഫ് കൾവേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ കൾവേർട്ട് ആണ്. ഓപ്ഷൻ 3 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഗ്രിപ്പ് ലെങ്ത് ഫോർ വെൽ ഫൗണ്ടേഷൻ ഓർ റെയിൽവേ ബ്രിഡ്ജ് ഈസ് ടേക്കൺ ആസ് ഡാഷ് ഓഫ് മാക്സിമം സ്കോർ ഡെപ്ത് ജനറലി, വൈൽ ഫോർ റോഡ് ബ്രിഡ്ജസ് ഡാഷ് ഓഫ് മാക്സിമം സ്കോർ ഡെപ്ത് ഈസ് കൺസിഡേർഡ് ആഡിക്വേറ്റ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഗ്രിപ്പ് ലെങ്ത്തിനെ കുറിച്ചൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ മാക്സിമം സ്കോർ ഡെപ്തിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് റെയിൽവേ ബ്രിഡ്ജസിനും ഹൈവേ ബ്രിഡ്ജസിനും എടുക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 1/2 1/3 ഒക്കെ പഠിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ. അപ്പം റെയിൽവേ ബ്രിഡ്ജസ് നമ്മൾ 1/2 ദാറ്റ് ഈസ് 50% ഓഫ് ദ മാക്സിമം സ്കോർ ഡെപ്ത് ആണ് എടുക്കുന്നത്.
റോഡ് ബ്രിഡ്ജസിനാണെങ്കിൽ 1/3 ദാറ്റ് ഈസ് 30% ഓഫ് ദ മാക്സിമം സ്കോർ ഡെപ്ത് ആണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ ഗ്രിപ്പ് ലെങ്ത്തിൻ്റെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. റെയിൽവേ ആകുമ്പോൾ റെയിൽവേ ബ്രിഡ്ജസ് ആണെങ്കിൽ നമ്മൾ 50% ആണ് എടുക്കുന്നത്. അതുപോലെ തന്നെ റോഡ് ബ്രിഡ്ജസിൻ്റെ കേസിൽ നമ്മൾ എടുക്കുന്നത് 30% ആണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഓപ്ഷൻ 2 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 50% ആൻഡ് 30% റെസ്പെക്റ്റീവ്. ദാറ്റ് ഈസ് ഫോർ റെയിൽവേ ആൻഡ് റോഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മാക്സിമം സ്കോർ ഡെപ്ത് ഫോർ ദ കണ്ടീഷൻ ഓഫ് ഫ്ലോ അറ്റ് നോസ് ഓഫ് പിയർ ഈസ്. അപ്പോൾ നമ്മൾ സ്കോർ ഡെപ്തിൻ്റെ വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിഫറെൻറ്റ് കണ്ടീഷനിൽ. അപ്പോൾ നോസ് ഓഫ് പിയർ എത്രയാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ 1 1.5D, ഓപ്ഷൻ 2 1.75D, ഓപ്ഷൻ 3 2D, ഓപ്ഷൻ 4 2.75D. ഒരു ടേബിളായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ സ്ട്രെയിറ്റ് എങ്ങനെയാണ് നമ്മൾ ആ ടേബിൾ പഠിച്ചത്? സ്ട്രെയിറ്റ് റീച്ചിനാണെങ്കിൽ സ്കോർ ഡെപ്ത് നമ്മൾ പഠിച്ചത് 1.27D ആണ്. മോഡറേറ്റ് ബെൻഡ് ആണെങ്കിൽ എത്ര വരും? 1.5D ആണ് വരുന്നത്. ഷാർപ്പ് ഓർ സിവിയർ ബെൻഡ് ആണെങ്കിൽ 1.75D ആണ്. അപ്സ്ട്രീം നോസോ ഗൈഡ് ബാങ്ക് ഗൈഡ് ബാങ്കിന് സ്കോർ ഡെപ്ത് വരുന്നത് 2.75D ആണ്. അറ്റ് ദ നോസ് ഓഫ് ബ്രിഡ്ജ് പിയേഴ്സ്, അതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത് അല്ലേ. അറ്റ് ദ നോസ് ഓഫ് ബ്രിഡ്ജ് പിയേഴ്സ് അതിന് വരുന്നത് എത്രയാണ്? 2 ആണ്. 2D ആണ് വരുന്നത്. 2D ആണ് നമ്മുടെ മാക്സിമം സ്കോർ ഡെപ്ത് വരുന്നത് ഫോർ ദ കണ്ടീഷൻ ഓഫ് ഫ്ലോ അറ്റ് ദ നോസ് ഓഫ് ബ്രിഡ്ജ് പിയർ. 2D ആണ്. സോ ഓപ്ഷൻ 3 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചെനാബ് റെയിൽവേ ബ്രിഡ്ജ് ഈസ്. ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. അതെന്താണ്? ഏത് ടൈപ്പ് ബ്രിഡ്ജ് ആണെന്നാണ് ചോദിക്കുന്നത്. ആർച്ച് ബ്രിഡ്ജ്, കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ്, സസ്പെൻഷൻ ബ്രിഡ്ജ്, നൺ ഓഫ് ദ ബ്രിഡ്ജ്. ചെനാബ് റെയിൽവേ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ആർച്ച് ബ്രിഡ്ജ് ആണ്. ചെനാബ് റെയിൽവേ ബ്രിഡ്ജ് ഈസ് എ ടൈപ്പ് ഓഫ് ആർച്ച് ബ്രിഡ്ജ് ആണ്. ഓർത്ത് വെക്കുക, ആർച്ച് ബ്രിഡ്ജ്. മുന്നേ എക്സാമിന് ചോദിച്ചതാണ്. ആർച്ച് ബ്രിഡ്ജ് ആണ്. ജനറൽ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടൈപ്പ് ഓഫ് കേസിയൻ പ്രിഫേർഡ് ഇൻ സൈറ്റ്സ് where high upward seepage exists. ഹൈ അപ്വേർഡ് സീപ്പേജ് ഉള്ള കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കേസിയൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ 1 ന്യൂമാറ്റിക് കേസിയൻ, ഓപ്ഷൻ 2 ഓപ്പൺ കേസിയൻ, ഓപ്ഷൻ 3 ബോക്സ് കേസിയൻ, ഓപ്ഷൻ 4 ഓപ്പൺ കേസിയൻ ആൻഡ് ബോക്സ് കേസിയൻ. അപ്പോൾ നമ്മൾ ഹൈ അപ്വേർഡ് സീപ്പേജ് ഉള്ള കേസിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ കേസിയൻ എന്ന് പറയുന്നത് ന്യൂമാറ്റിക് കേസിയൻ ആണ് കേട്ടോ. ന്യൂമാറ്റിക് കേസിയൻ ആണ്. എന്താണ് ബോക്സ് കേസിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് ഓപ്പൺ അറ്റ് ടോപ്പ് ആൻഡ് ക്ലോസ് അറ്റ് ബോട്ടം. അപ്പോൾ ഹൈ അപ്വേർഡ് സീപ്പേജ് വരുന്ന കേസിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട കേസിയൻ ന്യൂമാറ്റിക് കേസിയൻ ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a well caisson is a foundation facilitating structure sunk in the ground or water which is. A well caisson ഏത് ടൈപ്പ് കേസിൻ ആണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ 1 ഓപ്പൺ അറ്റ് ടോപ്പ് ആസ് വെൽ ആസ് അറ്റ് ബോട്ടം, ഓപ്ഷൻ 2 ഓപ്പൺ അറ്റ് ടോപ്പ് ആൻഡ് ക്ലോസ്ഡ് അറ്റ് ബോട്ടം, ഓപ്ഷൻ 3 ഓപ്പൺ അറ്റ് ബോട്ടം ആൻഡ് ക്ലോസ്ഡ് അറ്റ് ടോപ്പ്, ഓപ്ഷൻ 4 ക്ലോസ്ഡ് അറ്റ് ടോപ്പ് ആസ് വെൽ ആസ് അറ്റ് ബോട്ടം. എന്താണ് വെൽ കേസിന്റെ പ്രത്യേകത? യെസ്, വെൽ കേസിൻ ഈസ് ഓപ്പൺ അറ്റ് ടോപ്പ് ആസ് വെൽ ആസ് അറ്റ് ബോട്ടം. അതാണ് വെൽ കേസിൻ. വെൽ കേസൻ കിണറാണല്ലേ, കിണർ പോലത്തെ സാധനമാണ്. കിണർ എങ്ങനെയാണ്? ടോപ്പ് ആൻഡ് ബോട്ടത്തിൽ ഓപ്പൺ ആണ്. ഓപ്പൺ അറ്റ് ടോപ്പ് ആസ് വെൽ ആസ് അറ്റ് ബോട്ടം. കിണർന്ന് ആലോചിച്ചാൽ മതി. വെൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കിണർ ആലോചിച്ചാൽ മതി. അതങ്ങനെയാണ്, ടോപ്പിലും ബോട്ടത്തിലും ഓപ്പൺ ആണ്. ഓപ്പൺ അറ്റ് ടോപ്പ് ആസ് വെൽ ആസ് അറ്റ് ബോട്ടം. ബോക്സ് എന്താണ്? ബോക്സ് നമുക്കറിയാം, ടോപ്പിലാണ് ഓപ്പൺ, ബോട്ടത്തിൽ ക്ലോസ്ഡ് ആയിരിക്കും. അതാണ് ബോക്സ് കേസ് എന്ന് പറയുന്നത്. ഓപ്പൺ അറ്റ് ടോപ്പ് ആസ് വെൽ ആസ് അറ്റ് ബോട്ടം. അതാണ് വെൽ കേസിന്റെ പ്രത്യേകത. അപ്പോൾ ഓപ്ഷൻ 1 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മൂവ്മെന്റ് ഓഫ് ദ ബ്രിഡ്ജ് ഡെക്ക് ഈസ് പെർമിറ്റഡ് ബൈ എൻ ഇലാസ്റ്റോമറിക് ബിയറിംഗ്. ഇലാസ്റ്റോമറിക് ബിയറിംഗ്സിന്റെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇലാസ്റ്റോമറിക് ബിയറിംഗിന്റെ പ്രത്യേകത? ഇറ്റ് പെർമിറ്റ്സ് ബോത്ത് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ.
അതാണ് ഇലാസ്റ്റോമറിക് ബിയറിങ്ങിൻ്റെ ഒരു പ്രത്യേകതയാണിത്. ഇലാസ്റ്റോമറിക് ബിയറിങ്ങിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇറ്റ് പെർമിറ്റ്സ് ബോത്ത് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ 1 നോ മൂവ്മെന്റ് പെർമിറ്റഡ്, ഓപ്ഷൻ 2 ട്രാൻസ്ലേഷൻ ഓൺലി, ഓപ്ഷൻ 3 റൊട്ടേഷൻ ഓൺലി, ഓപ്ഷൻ 4 ബോത്ത് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ. അപ്പോൾ എന്താണ് ഇലാസ്റ്റോമറിക് ബിയറിംഗ്? ഇറ്റ് പെർമിറ്റ്സ് ബോത്ത് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ. സോ ഓപ്ഷൻ 4 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, എക്സ്ട്രാഡോസ്ഡ് ബ്രിഡ്ജ് കമ്പൈൻസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ്. അപ്പോൾ എക്സ്ട്രാഡോസ്ഡ് ബ്രിഡ്ജിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, നർമ്മദ ബ്രിഡ്ജ്. നമ്മൾ എക്സ്ട്രാഡോസ്ഡ് ബ്രിഡ്ജിൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ട് നർമ്മദ ബ്രിഡ്ജാണ്. ആ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആൻഡ് ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നർമ്മദ ബ്രിഡ്ജാണ് എക്സ്ട്രാഡോസ്ഡ് ബ്രിഡ്ജിന് എക്സാമ്പിൾ. ആൻഡ് ഓപ്ഷൻ 1 സസ്പെൻഷൻ ബ്രിഡ്ജ് വിത്ത് കാന്റിലിവർ, ഓപ്ഷൻ ബി കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ് വിത്ത് കൺവെൻഷണൽ ബോക്സ് ഗർഡർ ബ്രിഡ്ജസ്, ഓപ്ഷൻ സി സസ്പെൻഷൻ ബ്രിഡ്ജ് വിത്ത് കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ്, ഓപ്ഷൻ ഡി ഗർഡർ ബ്രിഡ്ജ് വിത്ത് ടോൾ ടവേഴ്സ് കണക്റ്റിംഗ് കേബിൾസ്. അപ്പോൾ നർമ്മദ ബ്രിഡ്ജിന്റെ പ്രത്യേകത എന്താണ്? അതൊരു എക്സ്ട്രാഡോസ്ഡ് ബ്രിഡ്ജ് ആണ്. അതിന്റെ പ്രത്യേകത എന്താണ്? അതൊരു കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ് ആണ് വിത്ത് കൺവെൻഷണൽ ബോക്സ് ഗർഡർ ബ്രിഡ്ജസ്. കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജും ആണ്, അതുപോലെ തന്നെ നമ്മളവിടെ യൂസ് ചെയ്യുന്നത് കൺവെൻഷണൽ ബോക്സ് ഗേർഡേഴ്സ് ആണ്. അതാണ് എക്സ്ട്രാഡോസ്ഡ് ബ്രിഡ്ജ്. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എൻഡ് സപ്പോർട്ട് ഓഫ് എ ബ്രിഡ്ജ് സൂപ്പർ സ്ട്രക്ചർ ഇസ് നോൺ. സിമ്പിൾ ആണ്. എൻഡ് സപ്പോർട്ട്, ഇന്റർമീഡിയറ്റ് സപ്പോർട്ട് പിയർ ആണ്, എൻഡ് സപ്പോർട്ട് അബട്ട്മെന്റ് ആണ് അല്ലേ. സോ ഓപ്ഷൻ 2 ആണ് വരിക. അബട്ട്മെന്റ് ഈസ് ദ റൈറ്റ് ആൻസർ. എൻഡ് സപ്പോർട്ട് ഓഫ് എ പിയർ ഈസ് അബട്ട്മെന്റ്. അതുപോലെ തന്നെ ഇന്റർമീഡിയറ്റ് സപ്പോർട്ട് ചോദിക്കാം, ഇതാണ് പിയർ. ഇന്റർമീഡിയറ്റ് സപ്പോർട്ട് ഓഫ് എ ബ്രിഡ്ജ് സൂപ്പർ സ്ട്രക്ചർ ആണ് പിയർ, എൻഡ് സപ്പോർട്ട് ആണ് അബട്ട്മെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ക്യൂ ഓഫ് ബ്രിഡ്ജ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ. ഓപ്ഷൻ 1 സെൻട്രൽ ലൈൻ ഓഫ് വാട്ടർ കോഴ്സ് ഓർ റോഡ് ആൻഡ് സെൻട്രൽ ലൈൻ ഓഫ് ട്രാക്ക്, ഓപ്ഷൻ 2 സെൻട്രൽ ലൈൻ ഓഫ് ബ്രിഡ്ജ് ആൻഡ് സെൻട്രൽ ലൈൻ ഓഫ് പിയർ, ഓപ്ഷൻ 3 സെൻട്രൽ ലൈൻ ഓഫ് വാട്ടർ കോഴ്സ് ബൈ റോഡ് ആൻഡ് നോർമൽ ഓഫ് സെൻട്രൽ ലൈൻ ഓഫ് ട്രാക്ക്, ഓപ്ഷൻ 4 സെൻട്രൽ ലൈൻ ഓഫ് അബട്ട്മെന്റ് ടു സെൻട്രൽ ലൈൻ ഓഫ് പിയർ. എന്താണ് സ്ക്യൂ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്ക്യൂ ആംഗിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, 15 ഡിഗ്രിയാണ് നമ്മൾ സ്ക്യൂ ആംഗിൾ എടുക്കുന്നത്. 15 ഡിഗ്രിയാണ് നമ്മൾ സ്ക്യൂ ആംഗിൾ എടുക്കുന്നത്. ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ, വാട്ട് ഈസ് സ്ക്യൂ ആംഗിൾ? ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ലൈൻ നോർമൽ ടു സെൻട്രൽ ലൈൻ ഓഫ് ബ്രിഡ്ജ് ആൻഡ് സെൻട്രൽ ലൈൻ ഓഫ് സപ്പോർട്ട് ആണ്. സെൻറ്റർ ലൈൻ ഓഫ് ബ്രിഡ്ജ് ആൻഡ് സെൻറ്റർ ലൈൻ ഓഫ് സപ്പോർട്ട്. ബ്രിഡ്ജിന്റെ സെൻട്രൽ ലൈനും സപ്പോർട്ടിന്റെ സെൻട്രൽ ലൈനും തമ്മിലുള്ള ആംഗിൾ ആണ് സ്ക്യൂ ആംഗിൾ. സെൻട്രൽ ലൈൻ ഓഫ് ബ്രിഡ്ജ് ആൻഡ് സെൻട്രൽ ലൈൻ ഓഫ് സപ്പോർട്ട്. സപ്പോർട്ട് പറഞ്ഞാൽ എന്താണ്? പിയർ അല്ലെങ്കിൽ അബട്ട്മെന്റ്, അതാണ് സപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ യെസ്, ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. സെൻട്രൽ ലൈൻ ഓഫ് ബ്രിഡ്ജ് ആൻഡ് സെൻറ്റർ ലൈൻ ഓഫ് പിയർ. പിയർ അല്ലെങ്കിൽ അബട്ട്മെന്റ് ആണ് സപ്പോർട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വിഡ്ത്ത് carriage way required will depend on the intensity and volume of traffic anticipated to use the bridge. അപ്പോൾ ഏതാണ് നമ്മളോട് ചോദിച്ചത്? ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്, ഇൻകറക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. Except on minor village road, all bridge must provide for at least 2 lane width. Except on minor village road, all bridge must provide for at least 2 lane width. അത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ, ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ബി നോക്കാം. മിനിമം width of carriage is 4.25 meter for 1 lane bridge. കറക്റ്റ് ആണല്ലോ. മിനിമം width of carriage is 3.75 meter for 1 lane bridge. അത് തെറ്റാണ്. 4.25 ആണ് minimum width of carriage way for 1 lane bridge. The minimum width of carriage way is 7.5 meter for a 2 lane bridge. അതും കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ എയും സിയും ആണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ 1 is only A, ഓപ്ഷൻ 2 only A and C. Yes, A യും C ആണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. സോ 2 ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ 2 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മോസ്റ്റ് കോമൺ കൗണ്ടർ മെഷർ യൂസ്ഡ് ടു പ്രിവെന്റ് സ്കോർ അറ്റ് ബ്രിഡ്ജ് അബട്ട്മെന്റ് ഈസ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബ്രിഡ്ജ് അബട്ട്മെന്റിന്റെ സ്കോർ പ്രിവെന്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് റിപ്രാപ്പ്. റിപ്രാപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? അതൊരു ഹ്യൂമൻ പ്ലേസ്ഡ് റോക്ക് ആണ് ഓർ മെറ്റീരിയൽ ടു പ്രൊട്ടക്ട് ഷോർ ലൈൻ ഫ്രം സ്കോർ ആൻഡ് വാട്ടർ.
അത് നമ്മൾ പഠിച്ചത് റിപ്രാപ്പ് ആണ് കേട്ടോ. പ്രിവെന്റ് സ്കോർ അറ്റ് ബ്രിഡ്ജ് അബട്ട്മെന്റ് സ്കോർ പ്രിവെന്റ് ചെയ്യുന്ന ഒരു മെഷറാണ് റിപ്രാപ്പ്. റിപ്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ പ്ലേസ്ഡ് റോക്ക് ഓർ മെറ്റീരിയൽ സ്കോറിങ്ങിനെ പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ കൊടുക്കുന്നതാണ്. ടു പ്രൊട്ടക്ട് ഷോർ ലൈൻ ഫ്രം സ്കോർ ആൻഡ് സ്കോറിംഗ് ഓഫ് വാട്ടർ. ഓക്കെ, അതാണ് റിപ്രാപ്പ്. റിപ്രാപ്പാണ് നമ്മളെ ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രിവെന്റ് ദ സ്കോർ അറ്റ് ബ്രിഡ്ജ് അബട്ട്മെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പെർമിസിബിൾ സ്ട്രെസ് ഫോർ HYST ബാർ for the purpose of designing bridge deck as per IRC 21/2000 is. അത് പഠിച്ചു നോക്കണം. പെർമിസിബിൾ സ്ട്രെസ് ഫോർ HYST ബാർ ഫോർ ഡിസൈനിങ് ബ്രിഡ്ജ് ഡെക്ക് എന്ന് പറയുന്നത് 200 MPa ആണ് കേട്ടോ. ആസ് പെർ കോഡ് IRC 21 പ്രകാരം നമ്മൾ ബ്രിഡ്ജ് ഡെക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന HYST ബാറിന്റെ പെർമിസിബിൾ സ്ട്രെസ് 200 MPa ആണ്. പഠിച്ചു നോക്കണം. ഓപ്ഷൻ 1 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Next question. For RCC bridges, the smallest span beyond which the impact factor is same for class A or B or AA and 70 are loading. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് RCC ബ്രിഡ്ജിൻ്റെ കേസിൽ നമ്മൾ ആ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആൻഡ് ടോപ്പിക്കിൽ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് സ്പാൻ ബിയോണ്ട് വിച്ച് ദ ഇമ്പാക്ട് ഫാക്ടർ ഇസ് സെയിം. അതായത് ഈ സ്പാനിന് ശേഷം സ്മോളസ്റ്റ് സ്പാൻ, ഈ സ്പാനിന് ശേഷം എന്താണ് ബിയോണ്ട് വിച്ച് ഇമ്പാക്ട് ഫാക്ടർ ഇസ് സെയിം. ആ സ്പാൻ എത്രയാണ്? 12 മീറ്റർ ആണ് വരുന്നത് കേട്ടോ. 12 മീറ്റർ സ്പാനാണ് ബിയോണ്ട് വിച്ച് ദ ഇമ്പാക്ട് ഫാക്ടർ ഈസ് സെയിം ഫോർ ഓൾ ക്ലാസ് ഓഫ് ലോഡിംഗ്. 12 മീറ്റർ ആണ്. ഓപ്ഷൻ 2 12 മീറ്റർ ആണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The highway bridge shall not be considered to be carrying any live load when the wind load velocity at deck level exceeds. നമ്മൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആൻഡ് ടോപ്പിക്കിൽ പഠിച്ചിട്ടുണ്ട്. നമ്മളെ വിൻഡ് ലോഡ് വെലോസിറ്റി 130 km/h എക്സീഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു ലൈവ് ലോഡും നമ്മൾ ബ്രിഡ്ജ് ഡിസൈനിൽ കൺസിഡർ ചെയ്യില്ല. The highway bridge shall not be considered to be carrying any live load when the wind load velocity at deck level exceeds 130 km/h 130 km/h. നമ്മൾ പഠിച്ചതാണ്. ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. Next question. As per IRC specification, the minimum cement content in concrete for major bridges എത്രയാണ്? As per IRC specification, minimum cement content in concrete is for major bridges. നമ്മൾ പഠിച്ചാണ്. എത്രയാണ് പഠിച്ചത്? മിനിമം സിമെന്റ് കണ്ടന്റ് ഫോർ കോൺക്രീറ്റ് 360 ആണ്. 360 kg/m³ ആണ്. യെസ്, ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The centrifugal force is assumed to act at a height of above the level of carriageway of the bridge. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ്. above the carriageway of the bridgeൽ നിന്നും 1.2 മീറ്റർ മുകളിലോട്ടേക്കാണ് എഫക്റ്റ് ഓഫ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, ഹൊറിസോണ്ടൽ ഫോഴ്സ് ഓഫ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ ഓപ്ഷൻ 1 1.2 മീറ്റർ, ഓപ്ഷൻ 2 1.5 മീറ്റർ, ഓപ്ഷൻ 3 1 മീറ്റർ, ഓപ്ഷൻ 4 1.75 മീറ്റർ. എത്രയാണ്? 1.2 മീറ്റർ എബോവ് ആയിട്ടാണ് കാരിയേജ് വേയിൽ നിന്നും 1.2 മീറ്റർ എബോവ് ആയിട്ടാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അല്ലേ. സെയിം ക്വസ്റ്റ്യൻ ആണ്. Next question. As the span of the bridge increases, the impact factor span of the bridge തമ്മിലുള്ള റിലേഷൻ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഇമ്പാക്ട് ഫാക്ടർ ഇക്വേഷൻസ്. സ്പാൻ അപ് ടു 3 മീറ്റർ ഫോർ RCC ബ്രിഡ്ജ്, സ്പാൻ ലെസ് ദാൻ 3 മീറ്റർ ഫോർ RCC ബ്രിഡ്ജ്, സ്പാൻ ലെസ് ദാൻ 3 മീറ്റർ ഫോർ സ്റ്റീൽ ബ്രിഡ്ജ്. നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ, ഒരു എംപെരിക്കൽ ഫോർമുല പഠിച്ചിട്ടുണ്ട്.
അപ്പോൾ അതിനങ്ങനെയായിരുന്നു, ലെങ്ത് ഓഫ് ദ സ്പാനുമായിട്ട് എന്താണ് ബന്ധം? ആസ് ദ സ്പാൻ ഓഫ് ദ ബ്രിഡ്ജ് ഇൻക്രീസസ് ഇമ്പാക്ട് ഫാക്ടർ ഇൻക്രീസസ്. സ്പാൻ ഓഫ് ദ ബ്രിഡ്ജ് ഇൻക്രീസസ്, ഇമ്പാക്ട് ഫാക്ടർ ആൾസോ ഇൻക്രീസസ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The highway bridge shall not be considered to be carrying any live load when the wind load velocity at deck level x. നമ്മൾ നേരത്തെ നോക്കിയ ക്വസ്റ്റ്യൻ ആണ്, 130 ആണ്. 130 kmph ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. While designing roads, bridges and culvert, which of the following load is not considered? ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ടോപ്പിക്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മെഷീൻ ലോഡ് നമ്മൾ കൺസിഡർ ചെയ്യില്ല. while designing road, bridges and culvert. Dead load considering, live load considering, erection load considering, machine load. We are not considering machine load for the design of bridges and culverts. അപ്പോൾ ഓപ്ഷൻ 3 മെഷീൻ ലോഡാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The minimum vertical clearance for an opening of high level bridge for a discharge of 0.3 to 3 cumex. നമ്മളൊരു ടേബിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഡിസ്ചാർജ് വാല്യൂ മിനിമം വെർട്ടിക്കൽ ക്ലിയറൻസും ഒരു ടേബിൾ വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഓർക്കുന്നുണ്ടോ? അപ് ടു 0.3 വരെയാണെങ്കിൽ വെർട്ടിക്കൽ ക്ലിയറൻസ് 150 ആണ്. ദെൻ 0.3 to 3 വരെയാണെങ്കിൽ ഡിസ്ചാർജ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലാണ്, വെർട്ടിക്കൽ ക്ലിയറൻസ് 450 ആയിരുന്നു. 3 to 30 ആകുമ്പോൾ വെർട്ടിക്കൽ ക്ലിയറൻസ് നമ്മൾ പഠിച്ചത് 600 ആയിരുന്നു. 30 to 300 വെർട്ടിക്കൽ ക്ലിയറൻസ് നമ്മൾ പഠിച്ചത് 900 ആയിരുന്നു. ദെൻ 300 to 3000 വെർട്ടിക്കൽ ക്ലിയറൻസ് നമ്മൾ പഠിച്ചത് 1200 ആയിരുന്നു. ആൻഡ് എബവ് 3000 മീറ്റർ ക്യൂമെക്സ് ഡിസ്ചാർജ് വരുമ്പോൾ വെർട്ടിക്കൽ ക്ലിയറൻസ് 1500 ആണ് നമ്മൾ പഠിച്ചത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? 0.3 to 3 ആണ്. 0.3 to 3 രണ്ടാമത്തെ കാറ്റഗറി 450 ആണ് മിനിമം വെർട്ടിക്കൽ ക്ലിയറൻസ് നമ്മൾ കൊടുക്കേണ്ടത്. യെസ്, ഓപ്ഷൻ 4 ആണ് റൈറ്റ് ആൻസർ. 450 mm. 450 mm. Next question. Which of the systems are particularly suited for construction of pre-stressed concrete superstructure of long span bridges without the use of staging from below? ഏത് മെത്തേഡ് വഴിയാണ് നമ്മൾ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് സൂപ്പർ സ്ട്രക്ചർ ഓഫ് ലോങ് സ്പാൻ ബ്രിഡ്ജ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. സെഗ്മെന്റൽ മെത്തേഡാണ് കേട്ടോ. സെഗ്മെന്റൽ സിസ്റ്റം വഴിയാണ് നമ്മൾ സെഗ്മെന്റ് ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് സൂപ്പർ സ്ട്രക്ചർ ലോങ് സ്പാൻ ബ്രിഡ്ജസ്. സെഗ്മെന്റൽ മെത്തേഡ് വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ ഓൾ പാർട്സ് ഓഫ് ബ്രിഡ്ജ് ഫ്ലോർസ് ആക്സസിബിൾ ഓൺലി ടു പെഡസ്ട്രിയൻസ് ആൻഡ് ഫോർ ഓൾ ഫുട് വേസ് ലോഡിംഗ് ഷുഡ് ബി. നമ്മൾ പഠിച്ചിട്ടുണ്ട്. എത്രയാണ്? ഫുട് വേസിൽ ഫോർ ഓൾ പാർട്സ് ഓഫ് ബ്രിഡ്ജ് ഫ്ലോർ ആക്സസിബിൾ ഓൺലി ടു പെഡസ്ട്രിയൻസ് ആൻഡ് ഫോർ ഓൾ ഫുട് വേസിൽ എത്രയാണ് നമ്മൾ ലോഡിംഗ് എടുക്കേണ്ടത്? നമ്മൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആൻഡ് ടോപ്പിക്കിൽ പഠിച്ചിട്ടുണ്ട്. 400 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ ആണ് നമ്മൾ ലോഡിംഗ് എടുക്കേണ്ടത് അല്ലേ. ഓപ്ഷൻ 1 200 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ, ഓപ്ഷൻ 2 300 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ, ഓപ്ഷൻ 3 400 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ, ഓപ്ഷൻ 4 500 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ. യെസ്, ഓപ്ഷൻ 3 400 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ ആണ് നമ്മൾ ഫുട് വേസിൽ എടുക്കുന്ന ലോഡിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ ഹൈ ലെവൽ ബ്രിഡ്ജസ് ദ ഫ്രീ ബോർഡ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ. ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫ്രീ ബോർഡും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബ്രിഡ്ജസിൻ്റെ ഫ്രീ ബോർഡ് എത്രയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് നമ്മൾ പഠിച്ചത്? ആർച്ച് ബ്രിഡ്ജസ് ആണെങ്കിൽ ഫ്രീ ബോർഡ് നമ്മൾ പഠിച്ചത് 30 സെൻറ്റിമീറ്റർ ആണ്. ഗേർഡർ ബ്രിഡ്ജസ് ആണെങ്കിൽ 60 to 90 ആണ്, mm ആണ്. പിന്നെ നാവിഗബിൾ ബ്രിഡ്ജസ് ആണെങ്കിൽ ബ്രിഡ്ജസിൽ ഫ്രീ ബോർഡ് നമ്മൾ പഠിച്ചത് 240 to 300 ആണ്. ഹൈ ലെവൽ ബ്രിഡ്ജസ് നമ്മളിപ്പോൾ ചോദിച്ചതും ഹൈ ലെവൽ ബ്രിഡ്ജസ് ആണ്. ഹൈ ലെവൽ ബ്രിഡ്ജസിൻ്റെ കേസിൽ നമ്മൾ എത്രയാണ് ഫ്രീ ബോർഡ് പഠിച്ചത്? 60 to 600. ആൻസർ എത്ര ഒരു ഓപ്ഷൻ 3 600 mm ആണ് വരുന്നത് ഹൈ ലെവൽ ബ്രിഡ്ജസിൻ്റെ കേസിൽ ഫ്രീ ബോർഡ്. വാട്ട് ഈസ് ദ മാക്സിമം ലോഡ് സ്പെസിഫൈഡ് ബൈ IRC ക്ലാസ് AA ട്രാക്ട് വെഹിക്കിൾസ്? അപ്പോൾ ട്രാക്ട് വെഹിക്കിൾസിൻ്റെ മാക്സിമം ലോഡ് എത്രയാണ്? 700 കിലോ ന്യൂട്ടൺ ആണ്, നമ്മൾ പഠിച്ചതാണ്. വീൽഡ് വെഹിക്കിൾസ് ആണെങ്കിലോ 400 കിലോ ന്യൂട്ടൺ ആണ് അല്ലേ. നമ്മളിപ്പോൾ വീൽഡ് വെഹിക്കിൾസ് ആണ് ചോദിച്ചതെങ്കിൽ മാക്സിമം ലോഡ് ആസ് പെർ IRC ക്ലാസ് AA 400 കിലോ ന്യൂട്ടണും ട്രാക്ട് വെഹിക്കിൾസ് ആണെങ്കിൽ 700 കിലോ ന്യൂട്ടനുമാണ് മാക്സിമം ലോഡ് വരുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചോളൂ. ദ ബ്രിഡ്ജ് വിച്ച് ഹാവ് ഫ്ലോർ ഫ്ലഷ് വിത്ത് ദ ബെഡ് ഓഫ് ദ സ്ട്രീം ഈസ് നോൺ ആസ്. ബ്രിഡ്ജിൻ്റെ ഫ്ലോറും ബെഡ് ഓഫ് ദ സ്ട്രീമും ഫ്ലഷ് ചെയ്തിട്ടുണ്ടാവുക, അതായത് ഒരേ ലെവലിലായിരിക്കും. ബ്രിഡ്ജിൻ്റെ ഫ്ലോറും സ്ട്രീമൊക്കെ ഒരേ ലെവലിലായിരിക്കും. അടിയിൽ കൂടി ഒഴുകുന്ന സ്ട്രീമും ഫ്ലോറൊക്കെ ഒരേ ലെവലിൽ ഫ്ലഷ് ആയിട്ട് കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ബ്രിഡ്ജ് നമ്മൾ വിളിക്കുന്ന പേരാണ് കോസ്വേ. നോട്ട് ചെയ്ത് പഠിച്ചോളൂ. കോസ്വേ മൾട്ടിപ്പിൾ ടൈംസ് ചോദിച്ചിട്ടുണ്ട്. കോസ്വേ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ മിസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു കോസ്വേ എന്താണെന്നുള്ളത്. ദ ബ്രിഡ്ജ് വിച്ച് ഹാവ് ഫ്ലോർ ഫ്ലഷ് വിത്ത് ദ ബെഡ് ഓഫ് ദ സ്ട്രീം ഈസ് നോൺ ആസ് കോസ്വേ. ദ ബ്രിഡ്ജ് വിച്ച് ഹാവ് ഫ്ലോർ ഫ്ലഷ് വിത്ത് ബെഡ് ഓഫ് ദ സ്ട്രീം ഈസ് നോൺ ആസ് കോസ്വേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബ്രിഡ്ജ് ഓവർ എ ഡ്രൈ വാലി ഈസ് ബേസിക്കലി നോൺ ആസ്. ഒരു സംശയവും വേണ്ട, ഡ്രൈ വാലി എന്ന് കണ്ടാൽ തന്നെ നമുക്കറിയാം സംഭവം എന്താണ്, വയാഡക്റ്റ് ആണ്. വയാഡക്റ്റ് ആണ്. ദ ബ്രിഡ്ജ് ഓവർ എ ഡ്രൈ വാലി ഈസ് ബേസിക്കലി നോൺ ആസ് ഓപ്ഷൻ ബി വയാഡക്റ്റ് ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂഷ്വലി ഫോർ എ മേജർ ബ്രിഡ്ജ് ദ ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ഈസ്. നമ്മൾ പഠിച്ചതാണ് മേജർ ബ്രിഡ്ജ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ വെൽ ഫൗണ്ടേഷൻ ആണ്. മൈനർ ബ്രിഡ്ജസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്പ്രെഡ് ഫൗണ്ടേഷൻ ആണ്. മേജർ ബ്രിഡ്ജസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ആണ് വെൽ ഫൗണ്ടേഷൻ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ലാബ് ബ്രിഡ്ജസ് ആർ യൂഷ്വലി യൂസ്ഡ് ടു എ മാക്സിമം സ്പാൻ ഓഫ്. അപ്പോൾ സ്ലാബ് ബ്രിഡ്ജസിന്റെ മാക്സിമം സ്പാൻ എത്രയാണ്? സ്ലാബ് ബ്രിഡ്ജസിന്റെ മാക്സിമം സ്പാൻ ഓഫ് സ്ലാബ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് 9 മീറ്റർ ആണ് കേട്ടോ. മാക്സിമം സ്പാൻ ഓഫ് സ്ലാബ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് 9 മീറ്റർ ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് 9 മീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ പ്രിലിമിനറി സർവേ ക്രോസ് സെക്ഷൻ അറ്റ് വിച്ച് ഇന്റർവെൽ ഷുഡ് ബി ഡിറ്റർമൈൻഡ്. ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ മിക്സ് ചെയ്തൊരു ഭാഗമാണ്. പ്രിലിമിനറി സർവേ ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര മീറ്റർ ഇന്റർവെല്ലാണ് നമ്മൾ ഓരോ ക്രോസ് സെക്ഷൻസും എടുക്കുന്നത്. ക്രോസ് സെക്ഷൻ എടുക്കുന്ന ഇന്റർവെൽ എന്ന് പറയുന്നത് 50 മീറ്റർ ഇന്റർവെല്ലാണ് ക്രോസ് സെക്ഷൻ എടുക്കുന്നത് കേട്ടോ. പ്രിലിമിനറി സർവേയിൽ നമ്മൾ വിട്ടുപോയതാണ്. Cross section is taken at 50 meter interval. മുന്നേ എക്സാമിന് ചോദിച്ചതാണ്, ഓർത്തു വെക്കണം. ക്രോസ് സെക്ഷൻ നമ്മൾ 50 മീറ്റർ ഇന്റർവെൽസിലാണ് എടുക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൂവബിൾ ബ്രിഡ്ജസ് ആർ ജനറലി ബിൽറ്റ് അക്രോസ്. മൂവബിൾ ബ്രിഡ്ജസ് നമ്മൾ എവിടെയാണ് അക്രോസ് ആയിട്ടാണ് ബിൽറ്റ് ചെയ്യുന്നത്? ചാനൽസിന് അക്രോസ് ആയിട്ടാണ് ബിൽറ്റ് ചെയ്യുന്നത്. ഓപ്ഷൻ എ ഡ്രൈ വാലി, ഓപ്ഷൻ ബി ചാനൽസ്, ഓപ്ഷൻ സി റിവർ, ഓപ്ഷൻ ഡി സ്ട്രീം. ഓപ്ഷൻ ബി ചാനൽസിന് അക്രോസ് ആയിട്ടാണ് മൂവബിൾ ബ്രിഡ്ജസ് നമ്മൾ ബിൽറ്റ് ചെയ്യുന്നത്. മൂവബിൾ ബ്രിഡ്ജസ് നമ്മൾ ബിൽറ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് അക്രോസ് ചാനൽസ്. ചാനൽസിന് അക്രോസ് ആയിട്ടാണ് ബിൽറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ്, എ ബാസ്കൂൾ ബ്രിഡ്ജ് ഈസ് ബേസിക്കലി. ബാസ്കൂൾ ബ്രിഡ്ജ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, മൂവബിൾ ബ്രിഡ്ജ് ആണ് അല്ലേ. ഓപ്ഷൻ എ ഡെക്ക് ബ്രിഡ്ജ്, ഓപ്ഷൻ ബി ത്രൂ ബ്രിഡ്ജ്, ഓപ്ഷൻ സി ഫിക്സഡ് ബ്രിഡ്ജ്, ഓപ്ഷൻ ഡി മൂവബിൾ ബ്രിഡ്ജ്. നോ ഡൗട്ട് ബാസ്കൂൾ ബ്രിഡ്ജ് ഈസ് എ മൂവബിൾ ടൈപ്പ് ബ്രിഡ്ജ് ആണ് ബാസ്കൂൾ ബ്രിഡ്ജ്. Next question, if at one end of a bridge girder a rocker and roller is provided, then the other end will be. അതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാണ് ഒരു ബ്രിഡ്ജ് എങ്കിൽ ഒരെൻഡിൽ നമ്മൾ കൊടുക്കുന്നത് റോക്കർ ആൻഡ് റോളർ ആണെങ്കിൽ അതർ എൻഡ് എപ്പോഴും നമ്മൾ കൊടുക്കേണ്ടത് റോക്കറാണ്, റോക്കർ ബിയറിംഗ് ആണ്. ഒരെൻഡിൽ നമ്മൾ കൊടുക്കുന്നത് റോക്കർ ആൻഡ് റോളർ കൊടുക്കുകയാണെങ്കിൽ മറ്റേ എൻഡിൽ നമ്മൾ എപ്പോഴും നമ്മൾ കൊടുക്കേണ്ടത് റോക്കർ ബിയറിംഗ് ആണ് കേട്ടോ. ആൻഡ് റോക്കർ ബിയറിംഗ് ആർ പ്രൊവൈഡഡ് വെൻ ദ സ്പാൻ ഗ്രേറ്റർ ദാൻ 20 മീറ്റർ. ആ ഒരു പോയിന്റും കൂടി പഠിച്ചു വെക്കുക. റോക്കർ ബിയറിംഗ് ആർ പ്രൊവൈഡഡ് when span greater than 20 meter. സ്പാൻ ഗ്രേറ്റർ ദാൻ 20 മീറ്റർ ആകുമ്പോഴാണ് നമ്മൾ റോക്കർ ബിയറിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരെൻഡിൽ റോക്കർ ആൻഡ് റോളർ ആണെങ്കിൽ അതർ എൻഡിൽ എപ്പോഴും റോക്കർ ബിയറിംഗ് വേണം പ്രൊവൈഡ് ചെയ്യാൻ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജനറലി വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് കർബ്സ് ഓൺ ബ്രിഡ്ജസ് ആർ റെസ്പെക്റ്റീവ്. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. എത്രയാണ് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് കർബ്സ് വരുന്നത്? കർബ്സിന്റെ വിഡ്ത്ത് നമ്മൾ പഠിച്ചത് വിഡ്ത്ത് നമ്മൾ പഠിച്ചത് 600 mm ഉം ഹൈറ്റ് നമ്മൾ പഠിച്ചത് 225 mm ആണ്. 225 mm 600 mm വിഡ്ത്ത്
ഹൈറ്റ് ഓഫ് ദ കർവ് നമ്മൾ പഠിച്ചത് 225 mm ആണ്. നമുക്ക് നോക്കാം ഓപ്ഷൻസ് ഏതാണ് കറക്റ്റ്. ഓപ്ഷൻ എ 450 mm by 200 mm, ഓപ്ഷൻ ബി 600 mm by 225 mm, ഓപ്ഷൻ സി 200 mm by 300 mm, ഓപ്ഷൻ ഡി 450 mm by 600 mm. സോ ഓപ്ഷൻ ബി ആണ് റൈറ്റ്. വിഡ്ത്ത് ഓഫ് ദ കർവ് 600 mm ഉം ഹൈറ്റ് ഓഫ് ദ കർവ് 225 mm ആണ് ട്ടോ. Next question, from the following which one is not a low cost bridge? Option A movable bridge, option B floating bridge, option C masonry bridge, option D wooden bridge. നമ്മുടെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആൻഡ് ടോപ്പിക്സിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. മേസൺറി ബ്രിഡ്ജ് ഈസ് നോട്ട് എ ലോ കോസ്റ്റ് ബ്രിഡ്ജ് നമ്മൾ ആ ഒരു സെഷനിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. മേസൺറി ബ്രിഡ്ജ് ഈസ് നോട്ട് എ ലോ കോസ്റ്റ് ബ്രിഡ്ജ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ വരിക, മേസൺറി ബ്രിഡ്ജ്. അതുപോലെ തന്നെ ഒരു മേസൺറി ആർച്ച് ബ്രിഡ്ജിൻ്റെ സ്പാൻ എന്ന് പറയുന്നത് 3 to 15 മീറ്റർ ആണ് കേട്ടോ. 3 to 15 മീറ്റർ സ്പാനാണ് ഒരു മേസൺറി ആർച്ച് ബ്രിഡ്ജിനുള്ളത്. ഇത്രയായി കഴിഞ്ഞാൽ നമ്മൾ ഒരു ബ്രിഡ്ജ് എഞ്ചിനീയറിംഗിൽ നിന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ നമ്മുടെ തിയറി പോർഷൻസ് നന്നായിട്ട് പഠിക്കുക. നേരത്തെ പറഞ്ഞിട്ടുണ്ട് ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് ഒരു വലിയൊരു സബ്ജക്റ്റാണ്. അപ്പോൾ ഏത് ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ വരുവാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മുന്നേ പ്രീവിയസ് ഇയർ എല്ലാ സ്റ്റേറ്റും ചോദിച്ച SSC, RRB, JEE, ഗേറ്റ് എല്ലാത്തിനെയും കൺസിഡർ ചെയ്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ച ഭാഗത്തു നിന്നുള്ള ടോപ്പിക്സ് പൂർണ്ണമായിട്ടും കവർ ചെയ്തത്. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ബ്രിഡ്ജ് എഞ്ചിനീയറിംഗിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻസ് പോലും ചോദിച്ചിട്ടില്ല. എന്നാൽ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ കൂടുതൽ വെയിറ്റേജ് ഈ ഒരു സബ്ജക്റ്റിൽ നിന്നുണ്ടായിരുന്നു. അപ്പോൾ വാരി വലിച്ച് പഠിക്കാതെ ഞാൻ പറഞ്ഞു തന്ന പോയിന്റ്സ് മാത്രം, അതാണ് എക്സാമിന് കൂടുതലായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അത് മാത്രം പഠിക്കുക. ഡിസൈനൊന്നും നമുക്കൊരാവശ്യമില്ല. തിയറി പോർഷൻസ് നന്നായിട്ട് പഠിക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് നോക്കുക. സോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഓൾ.